ശ്രീകുമാരൻ തമ്പി വിശ്രുത ചലച്ചിത്ര ഗാനരചയിതാവ് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ശ്രീകുമാരൻ തമ്പി മലയാളത്തെ സംബന്ധിച്ച്, മലയാള ഭാഷയെ സംബന്ധിച്ച്, മലയാളത്തിൻ്റെ എഴുത്തിനെ സംബന്ധിച്ച്, മലയാള ചലച്ചിത്രത്തെ സംബന്ധിച്ച് ഒക്കെ നികത്താനാകാത്ത നഷ്ടമാണ് എം ടിയുടെ വിയോഗം. അങ്ങ് വ്യക്തിപരമായി എങ്ങനെയാണ് എം ടി വാസുദേവൻ നായരെ ഓർക്കുന്നത്? ഇത് ഒരു വലിയ നഷ്ടമെന്ന് പറഞ്ഞാൽ പോരാ, ഒരു വലിയ ആഘാതം, നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗം നഷ്ടപ്പെട്ട പോലെയാണ്. നമ്മുടെ ആത്മാവിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട പോലെയാണ്. വാസുവേട്ടൻ മരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തിന് ഒരു ഷോക്ക്. അതായത് ഇനി എന്ത് ചെയ്യും മലയാള സാഹിത്യം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അതുപോലെ എഴുത്തുകാരനെ നമ്മൾ മലയാളം കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ജനിച്ചിട്ടുണ്ടെങ്കിൽ നോബൽ സമ്മാനം കിട്ടുമെന്ന് യാതൊരു സംശയവുമില്ല. കാരണം നോബൽ സമ്മാനം നേടിയിട്ടുള്ള പല എഴുത്തുകാർക്കും ഇദ്ദേഹത്തിൽ 7 എഴുത്ത് വന്നിക്കാനുള്ള യോഗ്യതയില്ല. പക്ഷേ നമ്മുടെ മലയാള ഭാഷയിൽ എഴുതിയതുകൊണ്ട് എന്നിട്ട് പോലും അദ്ദേഹം എഴുത്തിലൂടെയും സിനിമയിലൂടെയും അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ മഹത്വമാണ് കാണിക്കുന്നത്. എനിക്ക് വളരെ അടുത്തമുണ്ടായിരുന്നു. ഞാനൊരു എൻ്റെ ഏറ്റവും മൂത്ത സഹോദരനായ പോലെയായിരുന്നു. എനിക്ക് ഞാൻ അനിയനെ പോലെയായിരുന്നു. ഞാൻ വാസുവേട്ടനാണ്, എല്ലാവരും എം ടി എന്ന് വിളിക്കുമ്പോൾ ഞാൻ വാസുവേട്ടനാണ് വിളിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഞാൻ ഈ തുഞ്ചൻ പറമ്പില് ഏറ്റവും ഒടുവിൽ നടന്ന തുഞ്ചൻ പറമ്പ് ഉത്സവമുണ്ട്. ആ ഉത്സവത്തിൽ തുഞ്ചൻ പറമ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്ത് സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യാനാണ്. അന്ന് രാത്രി കലോത്സവം ഉദ്ഘാടനം ചെയ്യേണ്ട ആൾ വന്നില്ല. അപ്പോഴും അത് തമ്മിൽ ഉദ്ഘാടനം ചെയ്യാമെന്ന് അത് രാത്രി കലോത്സവം ഞാൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് 2 ദിവസം അദ്ദേഹത്തോടൊപ്പം ഞാൻ തിരുവല്ലൂരിലുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്. പിന്നീട് എനിക്കും സുഖമില്ലാതായി. എനിക്ക് അദ്ദേഹത്തെ പിന്നീട് കാണാനോ ഇപ്പം കോഴിക്കോട്ട് പോകാനോ സാധിച്ചില്ല. മലയാള സാഹിത്യത്തിൽ രക്തം പുരണ്ട മൺതരികൾ എന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചെറുകഥാ സമാഹാരം മുതൽ എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്.